നമസ്കാരം. ഫെഫ്ക 2008 രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ 16 വർഷത്തെ ചരിത്രമുള്ള സംഘടനയാണ്. ഞങ്ങളുടെ 16 വർഷത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും മഹനീയമായ ദൗത്യം ഈ വർഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ തൊഴിലാളി സംഗമം 27-ാം തീയതി എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. ഫെഫ്ക ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു പദ്ധതി ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഫെഫ്കയിൽ ഏതാണ്ട് 7000-ഓളം തൊഴിലാളികളുണ്ട്. സിനിമയിലെ വിവിധ മേഖലകളിൽ 22 വിഭിന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന 7000-ഓളം തൊഴിലാളികൾ. ഓരോ മേഖലയും ഒരു ട്രേഡ് യൂണിയനാണ്. അങ്ങനെ 22 ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണ്, ഫെഡറേഷനാണ് ഫെഫ്ക എന്ന സംഘടന. അപ്പോൾ ഈ 7000 പേരുടെയും ഏറ്റവും പ്രാഥമികമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നേരിട്ട വെല്ലുവിളി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷവും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഓരോ യൂണിയനും കരാറിൽ ഏർപ്പെടുകയും ഭാരിച്ച പ്രീമിയം കൊടുത്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ബെനിഫിറ്റാണ് ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ പലപ്പോഴും പാസ്സാകുക 70,000 60,000 രൂപയായിരിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന മട്ടിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ചെയ്യാതെ ഞങ്ങളുടെ യൂണിയൻ തന്നെ ഒരു പൂൾ ഉണ്ടാക്കുന്നു, ഒരു കോമൺ പൂൾ. അതിന് ആളൊന്നിന് 3000 രൂപ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ 3000 രൂപ വെച്ചിട്ടൊരു കോമൺ വെൽഫെയർ ഡെഡിക്കേറ്റഡ് ഫണ്ടിലേക്ക് നമ്മൾ പണം ഇട്ടുകൊണ്ട് ഒരു വർഷം കിടന്നുള്ള ആശുപത്രി ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപ വരെ ഒരു മെമ്പറിന് ധനസഹായം എത്തിക്കുക. അത് ആശുപത്രി ബില്ല് പ്രസൻറ്റ് ചെയ്താൽ 3 മണിക്കൂറിനുള്ളിൽ അയാളുടെ അക്കൗണ്ടിൽ ആ പൈസ ചെല്ലും. അങ്ങനൊരു സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദ്ധതിയാണ്. കാരണം 7000 പേര് 3000 രൂപ വെച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2,10,00,000 രൂപയാണ് സമാഹരിക്കപ്പെടാൻ സാധ്യതയുള്ളത്. അതിൻ്റെ 1% ആളുകൾ 3 ലക്ഷം രൂപ ക്ലെയിം ചെയ്താൽ ഈ പൈസ തീരും. അപ്പോൾ വലിയ വെല്ലുവിളിയാണ്. ഇത് എങ്ങനെ മറികടക്കാമെന്നുള്ള ആലോചന ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങൾ അതിനായി ചില CSR ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയൻ എനിക്കൊന്നും ചലച്ചിത്ര രംഗത്തെന്നല്ല, ചലച്ചിത്ര രംഗത്തെ വിട്ട് ചിന്തിച്ചാലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഒപ്പം ഞങ്ങൾ ചെയ്യുന്നത് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് അംഗങ്ങൾ തന്നെ 3000 രൂപ അടയ്ക്കേണ്ടി വരും. അംഗങ്ങളുടേത് യൂണിയൻ അടയ്ക്കും, പക്ഷേ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടേത് അംഗങ്ങൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അവരെയും കൂടി ഇതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന സംബന്ധിയായിട്ടുള്ള പാക്കേജ്, അതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ തൊഴിലാളി സംഗമത്തിൽ വെച്ച് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാവുന്ന തീരുമാനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാവും. ഒരു ചലച്ചിത്ര സംഘടന, ഒരു ട്രേഡ് യൂണിയൻ എപ്രകാരമാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഭാവുകത്തെ തന്നെ മാറ്റുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കത്തക്ക തരത്തിൽ ഉള്ള ചില പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചലച്ചിത്ര കൺവെൻഷനിലുണ്ടാവും. ഈ കൺവെൻഷൻ 27-ാം തീയതി രാവിലെ 10 മണി മുതലാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അന്ന് കേരളത്തിനകത്തും പുറത്തും ചിത്രീകരണങ്ങളില്ല. എല്ലാവരും പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മഞ്ഞുമൽ പോലീസ് ബന്ധപ്പെട്ടേ നമ്മുടെ ജയമോഹനെതിരെ നടത്തിയിരുന്നില്ല. അപ്പോൾ അത് അത്ര ആരോളം വന്നിട്ട് തിരിച്ച് മറുപടി കൊടുത്തു. എന്നിട്ട് ഒരു ജയമോഹൻ മാത്രം പശ്ചാത്താപം നമ്മൾ കണ്ടില്ല. അല്ല, അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിലൊരു നന്മയുണ്ടാവില്ലേ? അപ്പം അത് ഉണ്ടാവാത്തതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. മറ്റെന്ത് പറയാൻ? തീർച്ചയായിട്ടും അംഗമാണ്. എന്ത് വിശദീകരണം? ഇത് കഴിഞ്ഞിട്ട് വിശദീകരണം ചോദിച്ച പത്രത്തിനോട് തന്നെ അദ്ദേഹം വിശദീകരണം പറഞ്ഞില്ലേ, അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കലയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, അതൊരു ട്രേഡ് യൂണിയൻ വിശദീകരണം ചോദിക്കേണ്ട സംഗതിയല്ലല്ലോ. ചോദിച്ചിട്ട് എന്തിനാ? അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഞങ്ങളത്
അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം അദ്ദേഹം അങ്ങനെ ഉറച്ചു നിന്നാൽ മാത്രമേ മഞ്ഞുമ്മൽ ബോയ്സ് കുറച്ചും കൂടി മഹത്തരമായ സിനിമയായി മാറുകയുള്ളൂ. അപ്പോൾ അത് അദ്ദേഹം അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രസ്ഥാനമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും ഒരു ആസ്ഥാന മന്ദിരമുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനം ഒരു ആസ്ഥാന മന്ദിരത്തെ കുറിച്ച് എന്താണ്? ആ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. ആസ്ഥാന മന്ദിരമല്ലായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി. ഞങ്ങളുടെ അംഗങ്ങളുടെ ക്ഷേമവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധ ഊന്നുന്നത്. ആസ്ഥാന മന്ദിരങ്ങൾ മന്ദിരമായിട്ട് തന്നെ നിൽക്കുകയും അംഗങ്ങൾ അവരുടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തെ കാണാതെ പോകില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്തതിന് ശേഷം അലിയുടെ പോലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയിൽ ഞങ്ങളൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നതാണ്.